കേന്ദ്ര ഗതാഗത മന്ത്രിയെ കാണാൻ വേണ്ടി പോവുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിയും. അപ്പോൾ എന്തൊക്കെ വിഷയങ്ങളാണ് പ്രധാനമായും കേരളത്തിൻ്റെതായ ആവശ്യപ്പെടാൻ പോകുന്നത്? ഒന്ന്, ദേശീയപാത 66 നിർമ്മാണം. ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഈ ചർച്ച ചെയ്യുന്നതാണ്. അതിൻ്റെ ചില കാര്യങ്ങൾ സംസ്ഥാന സർക്കാരുമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ശ്രീ നിതിൻ ഗഡ്കരിയെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിക്കും. അതുപോലെ തന്നെ ഒട്ടേറെ പുതിയ പദ്ധതികൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ആ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ, ആ പദ്ധതികൾക്ക് അംഗീകാരം കിട്ടാനുള്ള ഒരു നീക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതും പോസിറ്റീവായി മാറാനാണ് സാധ്യത. അപ്പോൾ അത് ചർച്ചയ്ക്ക് ശേഷം മറ്റു കാര്യങ്ങൾ പറയാം. ഇല്ല, ഇതിൽ നാഷണൽ ഹൈവേയിലെ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിൽ ചില വീഴ്ചകളും വന്നിട്ടുണ്ട്. അതിലൊരു സ്വാഭാവികമായിട്ടും കേരളത്തിന് ആശങ്കയുണ്ടല്ലോ, ഇത് സമയബന്ധിതമായി പൂർത്തിയാകുമെന്ന കാര്യത്തിൽ. അക്കാര്യത്തിലൊരു ചർച്ചയുണ്ടാവും? അതിനെ നമുക്ക് രണ്ടായിട്ട് എടുക്കാം. ഒന്ന്, വീഴ്ച കർക്കശ നിലപാട് സ്വീകരിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പോകുന്നുണ്ട്. അത് അതേപോലെ തുടരണം. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു ആശങ്കയും ഇല്ലാതെ നിർമ്മാണം നടക്കണം. അതൊരു കാര്യം. രണ്ടാമത്തത്, നമ്മൾ എത്രയോ കാലമായി ആഗ്രഹിച്ച പദ്ധതിയാണ്, ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതിയാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള സംസ്ഥാനം കേരളമാണ്. ദേശീയ ശരാശരിയേക്കാൾ 3 ഇരട്ടിയാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ആശ്വാസ പദ്ധതിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി. അതിൻ്റെ നാൾ വഴികളിലേക്ക് ഞാൻ കിടക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഈ പദ്ധതി ഇപ്പോൾ ഇത്ര വലിയൊരു ശതമാനം പൂർത്തീകരിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായത്. അപ്പോൾ അത് പരിപൂർണമായി സമയബന്ധിതമായും അത് പൂർത്തീകരിക്കുക എന്നുള്ളത് ലോകത്തെവിടെയുമുള്ള മലയാളി ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതും ഇതിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യും. അത് എപ്പോൾ പൂർത്തീകരിക്കാനാകും, എങ്ങനെ പൂർത്തീകരിക്കാനാകും, ഇത് രണ്ടും നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കർക്കശ സമീപനവും മേലിൽ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇടപെടലിനെക്കുറിച്ചും തീർച്ചയായിട്ടും ചർച്ച ചെയ്യും. അതുപോലെ തന്നെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധ്യമാകുന്ന ഒരു നില ഉണ്ടാകണം. അതിന് സംസ്ഥാന സർക്കാർ എല്ലാവിധ പിന്തുണയും നൽകുമെന്ന കാര്യം ശ്രദ്ധപ്പെടും.